സ്കൂൾ തുറക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അറിയണം. അത് കുട്ടികൾ സാധനം വാങ്ങുന്നത് തൊട്ട് കുട്ടികളെ എങ്ങനെ സ്കൂളിൽ വിടണം, മടിയുള്ള കുട്ടികളെ എങ്ങനെ ആക്കണം, അതേക്കുറിച്ചൊക്കെ നമുക്ക് ഇനി വരുന്ന വെച്ചാൽ ഇന്ന് ഞാൻ ഈ സാധനം കുട്ടികൾക്ക് ഇപ്പോൾ സാധനം മേടിക്കുന്നതിൻ്റെ തിരക്കിലാണ് എല്ലാവരും ഇല്ലേ. അപ്പോൾ ഈ സാധനം കുട്ടികൾക്ക് സാധനം മേടിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ വേറെ സാധനങ്ങൾ ഇപ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങളാണെങ്കിൽ പലവ്യഞ്ജനങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളാണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ വാങ്ങുന്നുണ്ട്. അതേക്കുറിച്ച് നമുക്ക് അറിയാം. പക്ഷേ കുട്ടികൾക്കുള്ള ഈ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്കറിയില്ല എന്തൊക്കെയാണ് ആ സാധനങ്ങൾ, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, ഇതുപോലുള്ള കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ എന്തായാലും പ്രധാനമായിട്ട് വാങ്ങേണ്ടത് ബാഗാണ്, ഷൂസാണ്, അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലാണ്, കൂടെയൊക്കെയാണ് ഈ സമയത്ത് വാങ്ങുന്നത്. പക്ഷേ ഇത് വാങ്ങുമ്പോൾ നമ്മൾ മാതാപിതാക്കൾ രണ്ട് തരത്തിലാണ്, കുട്ടികളും രണ്ട് തരത്തിലാണ് ചിന്തിക്കുന്നത്. മാതാപിതാക്കൾ വായിക്കുന്ന ഒരെണ്ണം മേടിച്ചു കൊടുത്താൽ ഈ സ്കൂൾ വർഷം മുഴുവൻ കിടക്കണം, ഇനി ഇടയ്ക്കൊന്നും എനിക്ക് മേടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ആൺകുട്ടികൾ ഒരു ബാഗ് മേടിച്ചാൽ ഒരു വർഷമെങ്കിലും കിടക്കണം. പക്ഷെ കുട്ടിക്ക് തീരുമാനിച്ച കുട്ടിക്ക് എങ്ങനെ അറിയില്ല പടം. ഈ ഉൽപാദകർ മിക്കി മൗസിൻ്റെ പടമുള്ളത്, നല്ല വില ഉള്ളത്, നല്ല ഇതൊക്കെ ഉള്ള കാര്യങ്ങളായിരിക്കും രക്ഷകർത്താക്കൾ കണ്ടത്. കുട്ടിക്ക് എന്ത് വേണം? മിക്കി മൗസിൻ്റെ പടമുള്ളത് വേണം. ഇത് രണ്ടും കൂടി ഒന്ന് ചേർന്ന് പോകണം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പണ്ടത്തെ ബാഗല്ല. പണ്ടത്തെ ബാഗ് ഒരു തോളിൽ ഒരെണ്ണം മാത്രം ഇടുന്നതാണ്. ഇന്ന് രണ്ട് തോളിലൂടെ ചേരുന്ന ബാഗാണ് ഉള്ളത്. അപ്പോൾ ആ ബാഗിനൊരു പ്രത്യേകത ഉണ്ട്. അങ്ങനെ ഈ വീതി കൂടിയ നല്ല ഉണ്ടോ എന്ന് നോക്കണം, കുഷനുള്ള. അല്ലെങ്കിൽ പിള്ളേർ ഈ ഭാരം കൊണ്ട് പോകുമ്പോൾ ഈ മുൻവശം കൊണ്ട് കുനിഞ്ഞു പോകും. അതാണ് തോളിൽ ഒരു ഭാഗം ആരോഗ്യ പ്രശ്നത്തെ ബാധിക്കുന്ന ടിഫിൻ ബോക്സ് വെക്കാൻ, അതുപോലെ തന്നെ കുട വെക്കാൻ, വെള്ളം വെക്കാനൊക്കെ ഉള്ള എല്ലാം ഉണ്ട്. അപ്പോൾ എൻ്റെ ബാഗിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ, വെള്ളം വെക്കാനും അതുപോലെ തന്നെ ബാക്കിയുള്ള സംഗതികൾ വെക്കാൻ. അതുപോലെ തന്നെ ഈ 10%, ഒരു കുട്ടിയുടെ ഭാരത്തിൻ്റെ 10% ഈ ബാഗിനകത്ത് ഉണ്ടാകാവും. ഇപ്പം 40 പ്രായമുള്ള 50 കിലോ പ്രായമുള്ള കുട്ടിക്ക് ഒരു 10 എങ്ങനെ മനസ്സിലായില്ല, അതിനനുസരിച്ച് 5 കിലോയിൽ കൂടുതൽ ഭാരം ഇതിനകത്ത് നോക്കാനൊക്കെ. അപ്പോൾ അതൊക്കെ ഓർക്കണം. ഭാരം കുറഞ്ഞ ബാഗായിരിക്കണം. വാട്ടർ ബോട്ടിലും അതുപോലെ തന്നെ വാങ്ങുമ്പോൾ വാട്ടർ ബോട്ടിൽ ഹാനികരമായ പ്ലാസ്റ്റിക് ഉണ്ടായ വാട്ടർ ബോട്ടിലുണ്ട്, വില കുറഞ്ഞ. അപ്പോൾ അതുപോലുള്ള ഏറ്റവും നല്ല പ്ലാസ്റ്റിക് ക്വാളിറ്റി ഉള്ളത്. ഷൂസ് മേടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ കാര്യമാണ്. ഇതൊന്നും വലിയ കാര്യങ്ങളല്ല. ഇത് നമ്മൾ ഷൂസ് മേടിക്കുമ്പോൾ എപ്പോഴും ഓർത്തോണം, ഒരു വിരൽ വിടവ് നമ്മൾ ഈ കുട്ടിയുടെ ഷൂസ് ഇട്ട് തന്നെ മേടിക്കണം. മുമ്പിലൊരു വിരലിൻ്റെ ഗ്യാപ്പ് കിടക്കണം, അല്ലെങ്കിൽ കുട്ടിക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഷൂസ് ഇട്ട് നോക്കിയിട്ട് ഒരു വിരലെങ്കിലും ഗ്യാപ്പോ മുൻവശത്ത് കിട്ടണം. കാരണം കുട്ടി വളരെയും കൂടെ ചെയ്യുന്നുണ്ട്. ഒരു വർഷം കിടക്കുന്നെങ്കിൽ ഈ കുട്ടി ഇതിനിടയിലും വളരും. അപ്പോൾ ഷൂസ് ഇട്ട ശേഷം നടന്നു നോക്കണം. ഈ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഒരു ദിവസം ഈ ഷൂസ് വാങ്ങരുത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു ചെറിയ കൊച്ചു കാര്യമാണെങ്കിൽ ഇതൊന്നും ഞാനൊന്ന് ഓർപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. സ്കൂളിൽ പോകുന്ന വേറെ 1-2 കാര്യങ്ങളിലൂടെ നമുക്ക് കുട്ടികളും രക്ഷകർത്താക്കൾ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ചിട്ടകളാണ് വരുത്തേണ്ടത്, അതൊക്കെ കുറിച്ച് നമുക്ക് അടുത്ത ദിവസമാണ്. വളരെ ഉപകാരപ്പെട്ട ചെറിയ ടിപ്സുകളാണെങ്കിലും നമുക്ക് വളരെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കുട്ടികളുടെ ചെരുപ്പിടുന്നിടത്ത് പോലും അതായത് വളരെ ശ്രദ്ധിക്കണം. ആ കുട്ടികളുടെ ഷൂസിനകത്ത് ആ വിരലുകളൊക്കെ ഇറുകിയിരുന്നു കഴിഞ്ഞാൽ ആ കുട്ടി എത്രയോ അസ്വസ്ഥനായിരിക്കും. നമ്മൾ ഇടിച്ചു കയറ്റി നമ്മൾ ഭദ്രമായിട്ട് വിടുന്നുണ്ടായിട്ടായിരിക്കും. പക്ഷേ ആ കുട്ടി അനുഭവിക്കുന്ന മാനസികാവസ്ഥയെപ്പറ്റി, അതുപോലെ ബാഗിനകത്ത് ആ വിശാലത എന്തെല്ലാം വേണം, അതുപോലെ കുട്ടികളുടെ ആ ബാഗിൻ്റെ ഭാരം എത്ര ആയിരിക്കണം, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അതേപോലെ കുട്ടികൾക്ക് കൊടുത്തുവിടുന്ന ഈ ഭക്ഷണ സാധനമായാലും ഇതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട.